നമസ്കാരം. IPL 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി, അതായത് നമ്മുടെ CSKയ്ക്കായി പാഡ് അണിയുന്നതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ. അതിൻ്റെ ആവേശം പങ്കുവച്ച് മലയാളി താരം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിഹാസ താരം MS ധോണിക്കൊപ്പം ഒരു ടീമിൽ കളിക്കാൻ സാധിക്കുന്നത് പോലും വളരെയധികം ഭാഗ്യമായി കാണാനും അത് ഭാഗ്യവും പഠിക്കാനുള്ള അവസരമായി കാണുകയാണ് ചെയ്യുന്നതെന്ന് സഞ്ജു വളരെയധികം അദ്ദേഹത്തിൻ്റെ വിനയമായ വാക്കുകളിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞത്. മാഹി ഭായിയോട് ഫോണിലൂടെ സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ടീമിന്റെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം മൈതാനത്ത് നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരിക്കുമെന്ന് സഞ്ജു പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വലിയ അവസരമായി ഞാനതിനെ കാണുന്നുവെന്നും സഞ്ജു വ്യക്തമാക്കുകയും ചെയ്തു. ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട നായകന് കീഴിൽ കളിക്കാൻ സഞ്ജു എത്തുന്നതിന് വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത്. മാർച്ച് 28-ന് ആരംഭിക്കുന്ന IPL 2026 സീസണിലെ ഏറ്റവും വലിയ ആകർഷണം സഞ്ജു സാംസണിന്റെ ചെന്നൈയിലേക്കുള്ള മാറ്റം തന്നെയാണ് എന്ന് പറയാം. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ട്രേഡ് വഴി ചെന്നൈയിലെത്തിയ സഞ്ജു ടീമിന്റെ മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് കരുതപ്പെടുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ടീമിൽ സഞ്ജുവിന്റെ 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ ബാറ്റിങ്ങിന് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന ഖ്യാതിയുമായി എത്തുന്ന സഞ്ജുവിന് ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ വലിയ മുൻതൂക്കമുണ്ടെന്ന് മുൻ താരങ്ങൾ വിലയിരുത്തുന്നു. ജസ്പ്രീത് ബുംറയുടെ മുംബൈ ഇന്ത്യൻസും നിലവിൽ ചാമ്പ്യന്മാരായ RCBയും ചെന്നൈക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ധോണിയുടെ അനുഭവ സമ്പത്തും സഞ്ജുവിന്റെ ഫോമും ഒത്തുചേരുമ്പോൾ CSKയ്ക്ക് തങ്ങളുടെ 6-ാം കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 5 തവണയും മഹേന്ദ്ര സിംഗ് ധോണിയുടെ കീഴിലാണ് ചെന്നൈ കിരീടമുയർത്തിയത്. 2010, 2011, 2018, 2021, 23 വർഷങ്ങളിലാണ് ചെന്നൈ കപ്പ് ഉയർത്തിയത്. 2026-ൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ കീഴിൽ ചെന്നൈ വീണ്ടും കപ്പ് ഉയർത്താനുള്ള പദ്ധതികൾ മെനയുമ്പോൾ പ്രധാന തുറുപ്പുചീട്ടായി സഞ്ജു ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സീസണിലെ ചെന്നൈയുടെ ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസുമായി തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്നുകൂടി പറയാം. പുതിയ നായകൻ റിയാൻ പരാഗ് പഴയ നായകൻ സഞ്ജു സാംസന്റെ CSK എങ്ങനെ നേരിടും എന്നത് ഇരു ടീമുകളുടെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം പരിക്ക് മൂലം സഞ്ജുവിന് അധികം കളിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ സമയത്ത് റിയാൻ പരാഗ് ആയിരുന്നു ടീമിൽ മുന്നിൽ നിന്ന് നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൈമാറ്റം നമ്മൾ കണ്ടിരുന്നു. അത് ടീമിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നതും കണ്ടു തന്നെ അറിയണം.